സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ അടുത്ത കാലത്തെ ബന്ധവും കരാറും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് പാകിസ്ഥാനെ ഏത് രാജ്യമാണോ ആക്രമിക്കുന്നത് ആ രാജ്യത്തെ സൗദിയെ കൂടി ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ ശത്രു രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭീകരരെ ഇറക്കിവിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ അതിന് കൃത്യമായ മറുപടി പല തവണ പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ മറുപടി നൽകുമ്പോൾ അത് സൗദിക്ക് കൂടിയുള്ള മറുപടി എന്ന രീതിയിൽ സൗദി ഇന്ത്യയെ കയറി ആക്രമിക്കുമോ എന്നുള്ള വലിയൊരു ആശങ്ക ഒരുപാട് ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഇന്ത്യ തക്കതായ ഒരു താക്കീത് സൗദിക്ക് നൽകിയിരുന്നു. പാചകവാതകവുമായൊക്കെ ബന്ധപ്പെട്ട വലിയ വർഷങ്ങളിലെ കരാർ നമ്മൾ തമ്മിലുണ്ട്, അത് മറക്കാതിരിക്കുക. ഭീകരതയെ വളർത്തുന്ന രാജ്യവുമായി നിങ്ങളുടെ പോക്ക് അത്ര നല്ലതല്ല. മാത്രമല്ല, ഇന്ത്യയിൽ വന്ന് സൗദി പറഞ്ഞിട്ടുണ്ട്, ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഞങ്ങളൊപ്പമുണ്ട്. അത്തരത്തിൽ ഭീകരതയെ വളർത്തുന്ന ഒരു രാജ്യത്തോടൊപ്പം ഞങ്ങൾ നിൽക്കില്ല എന്നുള്ളത്, അതിനെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഇന്ത്യക്കാർ. അതുകൊണ്ട് സൗദിയുടെ ആ നിലപാടിൽ നിന്ന് സൗദി പിന്നോട്ട് പോകില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് ഇന്ത്യ പറഞ്ഞത്. ഇപ്പോ സൗദിക്ക് കൃത്യമായി അതായത് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായുള്ള മറുപടി സൗദിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ഉയർത്തിയത് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അതല്ല കാരണമെന്ന് മുഴുവൻ ആളുകൾക്കും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വളർച്ചയൊക്കെ ഉറ്റുനോക്കുന്ന പല രാജ്യങ്ങൾക്കും അറിയാം. കാരണം കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട ട്രംപിനെ നമ്മൾ മധ്യസ്ഥതയ്ക്ക് വിളിച്ചില്ല എന്നുള്ളത് ട്രംപ് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വിദേശ നയ പോളിസിയുമായി ബന്ധപ്പെട്ടല്ല, വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ത്യക്ക് താരിഫ് ഉയർത്തിയതെന്ന്. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ട്രംപ് പറഞ്ഞുവിട്ടാണ് നമ്മൾ വെടി നിർത്തിയത് എന്ന് പറയാത്തത്. അതുവഴി ട്രംപിന് നൊബേൽ സമ്മാനത്തിനുള്ള ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടന്നപ്പോൾ അത് മുളയിലെ നരേന്ദ്രമോദി നുള്ളി എന്നുള്ളതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇപ്പോ സൗദി അറേബ്യയ്ക്കും ഒരുപക്ഷെ റഷ്യയ്ക്കും കൂടി ഒരു ചെറിയ പണി വരുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത്. അതായത് 2020 വരെ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് സൗദിയിൽ നിന്നായിരുന്നു. 2020 വരെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകിക്കൊണ്ടിരുന്നത് സൗദി ആയിരുന്നു. പിന്നീട് അത് ഇറാഖിൽ നിന്നായി. സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങൽ കുറച്ചിട്ട് നമ്മളത് ഇറാഖിൽ നിന്ന് വാങ്ങി. 2022 ഇറാഖിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത്. 20 സൗദിയിൽ നിന്നും 22 നിന്ന് ഇറാഖിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത്. പിന്നീട് ആണ് റഷ്യയുടെ വരവ്. കാരണം നമ്മുടെ രൂപയ്ക്ക് മൂല്യമായി നമ്മൾ എണ്ണ വാങ്ങുന്നു. റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. അങ്ങനെ റഷ്യയിൽ നിന്ന് അമേരിക്കയെ ഭയന്ന് മറ്റു രാജ്യങ്ങൾ എണ്ണ വാങ്ങാതെയായി. ആ സമയത്ത് ഇന്ത്യ പറഞ്ഞു, രൂപയ്ക്ക് അനുസൃതമായി എണ്ണ തരുമെങ്കിൽ, അതായത് ഞങ്ങളുടെ രൂപ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണ തരുമെങ്കിൽ ഞങ്ങൾ എണ്ണ വാങ്ങാം. ആ സമയത്ത് നിക്കക്കളില്ലാതെ ഒരുപക്ഷെ റഷ്യക്ക് ഇത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ റഷ്യ രൂപയ്ക്ക് നമുക്ക് എണ്ണ, റഷ്യയുടെ രൂപ ഇന്ത്യയുടെ രൂപ നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്ന ഒരു തരത്തിലേക്ക് നീങ്ങിയിരുന്നു. അപ്പോ അത് പിന്നീട് മറ്റു രാജ്യങ്ങൾക്ക് തങ്ങളുടെ പണം കൊടുത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം എന്നുള്ളൊരു നിലയ്ക്കായപ്പോഴാണ് ഇന്ത്യ ചെയ്ത മാതൃക മറ്റു രാജ്യങ്ങളും പിന്തുടർന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇപ്പോഴാണ് ഇപ്പോൾ ഇറാഖിന്റെ ഒരു വരവാണ്. അതായത് ഇറാഖ് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഇന്ത്യക്ക് ഇത് വലിയ ആഹ്ലാദം തന്നെയാണ്. അതായത് ഇനിയിപ്പോ റഷ്യ എന്തെങ്കിലും കാരണവശാൽ റഷ്യ പോയാലും റഷ്യയിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ വ്യവസായ മേഖലയൊക്കെ നമുക്ക് പിന്നെ വലിയ രീതിയിൽ നമ്മുടെ ഉപഭോക്താക്കളെ ഒന്നും വിഷമിപ്പിക്കാതെ അവരുടെ കയറ്റുമതി ഇറക്കുമതി ഒക്കെ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി റഷ്യയെ നമ്മൾ എണ്ണ ഉൽപാദനത്തിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയാലും നമ്മളെ സഹായിക്കാൻ ഇറാഖ് ഉണ്ട്. സൗദിയിൽ നിന്ന് പോലും നമുക്ക് എണ്ണ വാങ്ങണ്ട. അപ്പോ പാകിസ്ഥാനുമായി അടുത്ത സൗദിക്ക് ഒരു മുന്നറിയിപ്പുമായി യുദ്ധത്തിന് പിന്നെ കോപ്പ് കൂട്ടുന്ന, ഒരു തരത്തിലും യുദ്ധം അവസാനിപ്പിക്കാതെ ഉക്രൈന് സമാധാനം നൽകാത്ത റഷ്യക്ക് ഒരു മുന്നറിയിപ്പുമായി എന്ന നിലയിലാണ് ഇന്ത്യയുടെ ഈ ഒരു നീക്കം എന്ന് പറയുന്നത്. അപ്പൊ എത്ര ബുദ്ധിപരമായാണ് ഇന്ത്യ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യക്ക് മുന്നിൽ അതുല്യമായ ഒരു അവസരം തുറക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമാവുന്ന വേളയിൽ ബദൽ മാർഗം തേടുകയാണ് ഇന്ത്യ. ആ ബദൽ മാർഗം തേടുന്നതിനിടയ്ക്കാണ് ഇന്ത്യക്ക്
പുതിയൊരു വാതിൽ തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ്. റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കണം എന്നാണ് അമേരിക്കയുടെ സമ്മർദ്ദം. പകരം ഇറാന്റെയും വെനസ്വേലയുടെയും എണ്ണ വാങ്ങേണ്ടി വരുമെന്ന ഉപാധി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടെയാണ് ഇറാനിലും എണ്ണ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇറാനിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ഇന്ത്യ എണ്ണ വാങ്ങണം, ഇതാണ് അമേരിക്ക വയ്ക്കുന്ന ഉപാധി. ഈ ഉപാധിക്ക് വഴങ്ങിയാൽ അത് അമേരിക്കയോട് എന്നും വഴങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഇന്ത്യക്ക് അറിയാം. അതുകൊണ്ട് ഇന്ത്യ തൽക്കാലം അതിലേക്ക് വഴങ്ങുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പോ അതിനിടെ ഇറാഖ് ക്രൂഡ് ഓയിൽ ഉൽപാദനം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറാഖ് തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം, കാരണം 2022 ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ വാങ്ങിയിരുന്നത് ഇറാഖിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഉൽപാദനം ഉയർത്താൻ ഇറാഖ് തീരുമാനിച്ചിരിക്കുകയാണ്. വടക്കിഴക്കൻ മേഖലയിലെ കുർദിസ്ഥാനിൽ നിന്ന് ഉൽപാദനം ഇറാഖ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 വർഷമായി മുടങ്ങിയിരുന്ന ഉൽപാദനമാണ് ഇറാഖ് പുനരാരംഭിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുന്ന പ്രധാന രാജ്യമാണ് ഇറാഖ്. കുർദിസ്ഥാനിൽ നിന്ന് ഇറാഖ് ഉൽപാദനം കൂട്ടിയതോടെ രാജ്യാന്തര വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുമെന്ന് ഉറപ്പായി. വില കുറയാൻ വഴിയൊരുക്കുന്ന നീക്കമാണ് ഇറാഖ് നടത്തുന്നത്. മാത്രമല്ല, എണ്ണ ഉൽപാദക രാജ്യങ്ങളായ പൈക് ക്രൂഡ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ഇതിനിടെയാണ് ഇറാഖിന്റെ അധികമായുള്ള ഉൽപാദനം. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഉൽപാദനം തുടങ്ങി എന്ന് ഇറാഖ് എണ്ണ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. യാതൊരു സാങ്കേതിക തടസ്സവുമില്ല, എല്ലാം സുഗമമായി നടക്കുന്നു എന്നാണ് ഇറാഖിന്റെ എണ്ണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 1.90 ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് അധികമായി ഉൽപ്പാദിപ്പിക്കുക എന്ന് ഇറാൻ എണ്ണ വകുപ്പ് മന്ത്രി ഹയ്യാൻ അബ്ദുൽ ഗനി പറയുന്നുണ്ട്. മാത്രമല്ല, പൈക് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇറാഖ്. ഓരോ ദിവസവും 42 ലക്ഷം ബാരൽ എണ്ണയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. കുർദിസ്ഥാനിൽ വിമതരുമായി തർക്കം വന്നതോടെയാണ് വടക്കൻ മേഖലയിലെ ഉൽപാദനം നിലച്ചിരുന്നത്. അപ്പോൾ ഇവരുമായി സമവായ കരാർ ഉണ്ടാക്കി. അപ്പോൾ ഇറാന് സ്വാഭാവികമായും തർക്കമുണ്ടാകുമ്പോൾ അവരുടെ ഉൽപാദനം ഒന്ന് കുറച്ചു, പിന്നെ തർക്കഭൂമിയാകുമ്പോൾ അപ്പോൾ ഇവരുമായി ഇപ്പോൾ സമവായമായ ഒരു ഉടമ്പടി, ഒരു കരാർ ഇറാഖ് ഉണ്ടാക്കി. സ്വാഭാവികമായി കരാർ ഉണ്ടാക്കിയപ്പോൾ അവിടെ സമാധാനം ഉണ്ടായി. അപ്പോൾ ഇറാൻ വിചാരിച്ചു തങ്ങളുടെ പഴയ ക്രൂഡ് ഓയിൽ, എന്നാൽ ഒരുപാട് രാജ്യങ്ങൾക്ക് അത് ആവശ്യമുണ്ട്, അപ്പോൾ തങ്ങൾക്കും അതൊരു വലിയ വരുമാന മാർഗമായി മാറും, അപ്പോൾ അത് വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു നിലയിലേക്ക് പോയി. ഇറാഖിൽ നിന്ന് കൂടുതൽ പ്രധാനമായും ക്രൂഡ് ഓയിൽ ബസറ തുറമുഖം വഴി ഏഷ്യയിലേക്കാണ് പോകുന്നത്. ഉൽപാദനം കൂട്ടിയതോടെ യൂറോപ്പിലേക്കും ഇനി ഇറാഖ് എണ്ണ കൂടുതലായി എത്തും. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇറാഖ് 2ാം സ്ഥാനത്തും സൗദി അറേബ്യ 3ാം സ്ഥാനത്തുമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇറാഖിനും സൗദിക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇറാഖ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതോടെ സൗദിക്ക് ഇക്കാര്യത്തിലുള്ള മുന്നേറ്റ സാധ്യത കുറയും. അതായത് ഇറാഖ് ഇന്ത്യയിലേക്ക് കഴിഞ്ഞ വർഷം അയച്ചത് $29.58 ബില്യൺ എണ്ണയാണ്. അപ്പോൾ റഷ്യയുടെ വാതിൽ അടയുമ്പോൾ സൗദിക്കും ഇറാഖിന്റെ വാതിൽ തുറക്കും. പക്ഷേ ഇറാഖ് സൗദിയേക്കാൾ കൂടുതൽ എണ്ണ ഉൽപ്പാദിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഇറാഖിൽ നിന്ന് എണ്ണ വാങ്ങും. അതോടുകൂടി സൗദിയുടെ വാതിൽ ഒരു പകുതി വരെ അടയും. ഇത് സൗദിക്കൊരു മുന്നറിയിപ്പും റഷ്യയ്ക്കൊരു താക്കീതുമാണ്.